വീഡിയോ ഇതാ ഈ ഒരു ചെറുപയർ എങ്ങനെയാണ് മുഖത്തിന്റെയും അതുപോലെ ശരീരത്തിന്റെ ഒക്കെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. പണ്ടൊക്കെ ആൾക്കാർ സോപ്പിനൊക്കെ പകരമായിട്ട് ചെറുപയർ പൊടിയാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ അവര് തല കഴുകാനും ചെറുപയർ പൊടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ചെറുപയറിൽ ധാരാളം വൈറ്റമിൻ എയും സി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കൂടും, തിളക്കം കൂടും, അതുപോലെ എന്നും ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും, നിറവും കൂടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ചെറുപയർ അരച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൊടിയായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ അരച്ചിട്ടാ ഉപയോഗിക്കുന്നുവെങ്കിൽ തലേന്ന് നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അരക്കുക. ഇനി പൊടിയായിട്ടാ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് നല്ലോണം കഴുകണം. കാരണം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ്, എങ്ങനത്തേതാണ് ഏതൊക്കെയാണോന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ കഴുകുക, എന്നിട്ട് ഡ്രൈ ആക്കുക, എന്നിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നല്ലോണം നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും, ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ആ ഒരു ഡൾനെസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഡ്രൈ സ്കിൻ ആർക്കും നല്ലതാണ്. അവരുടെ ഒരു ചൊറിച്ചിലും പിന്നെ ഇങ്ങനെ സ്കിന്ന് വരണ്ട് പോകുന്നില്ല, അതൊക്കെ മാറിക്കിട്ടും. പിന്നെ ഡ്രൈ സ്കിൻ ആർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരിത് തലേന്ന് പാലിൽ, തിളപ്പിക്കാത്ത പാലിൽ കുതിർത്ത് വെക്കുക, എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആ പാലിൽ തന്നെ അരച്ചെടുക്കുക, എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ചെറുപയർ പൊടി ഉപയോഗിക്കാം. ചെറുപയർ പൊടി ഉപയോഗിക്കുമ്പോൾ പാലും അതുപോലെ തന്നെ ഒരു 2 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ കരിവാളിപ്പൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ മാറ്റാനും ഈ ചെറുപയർ പൊടി സഹായിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ പൊടിയും അതുപോലെ തൈര് ഉപയോഗിക്കുക. അപ്പൊ ഇത് രണ്ടും കരിവാളിപ്പ് മാറ്റാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന അനാവശ്യ രോമം കളയാനും ഇത് സഹായിക്കും. പിന്നെ മുഖത്തിന്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുപയർ പൊടിയും ഓറഞ്ച് പീൽ പൗഡർ ഇല്ലേ, അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് പാലോ അല്ലെങ്കിൽ തൈരോ ഏതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലോണം സ്യൂട്ട് ആവുന്നത് അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ ചെറുപയർ സ്ക്രബായിട്ട് ഉപയോഗിക്കാം, ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്നതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഫേസ് വാഷ് ഉണ്ടാക്കാൻ പറ്റും, നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ ലിങ്ക് ഐക്കാർഡിൽ ഇടാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എവിടെയെങ്കിലും ഞാൻ കാണിക്കാം അത്. അപ്പൊ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യാം, എന്നിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് പോലെ ഉപയോഗിക്കാം. ഒരു 10 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. നമുക്ക് ഡെയിലി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇതൊക്കെ നാച്ചുറലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ശരീരത്തിലും അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ മുഖത്തിന്റെ തിളക്കം കൂട്ടാനും അതുപോലെ നിറമൊക്കെ കൂട്ടാൻ സഹായിക്കും. പിന്നെ മുഖത്ത് വളരുന്ന രോമങ്ങളില്ല, അപ്പൊ അതിന്റെ വളർച്ചയൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ്. ശരീരം ഹൈഡ്രേറ്റ് ആവാനൊക്കെ വളരെ നല്ലതാണ്. ഈ ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകാൻ പാടില്ല. അതായത് ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ ചേർത്തിട്ട് കഴുകാം. പിന്നെ നമ്മൾ ഈ ചെറുപയർ പൊടി മുഖത്ത് തേക്കുമ്പോൾ നിങ്ങൾക്ക് കടലപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് കാണാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ചെറുപയർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് തിളപ്പിക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപയർ പൊടിച്ചിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുത്തു. കാരണം നമ്മൾ ഫേസ് പാക്ക് ആയിട്ടല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ തരി പോലെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. തരി പോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഫേസിൽ ഉപയോഗിക്കുമ്പോൾ. കാരണം ഫേഷ്യൽ സ്കിന്ന് നേരിയതാണ്, നല്ലോണം ശക്തിയായിട്ട് ഉരക്കാനൊന്നും പാടില്ല. മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ, ഇത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിലോട്ടേക്ക് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാം. ഡെയിലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ചെറുപയർ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇനി ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. കംപ്ലീറ്റ് ആയിട്ട് കഴുകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ മുഖത്ത് തളിച്ചതിന് ശേഷം ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് ചെയ്യുന്നത്.
അപ്പം ഞാനിപ്പോൾ ഏതായാലും ഈ വീക്കിൽ സ്ക്രബൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പം ഞാനിത് കഴുകി വന്നു. എനിക്ക് നല്ലൊരു ഗ്ലോ കാണുന്നുണ്ട്. നിങ്ങളിത് കുളിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുപയർ പൊടി കാണും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം കാണുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ നമ്മുടെ സ്കിന്നിന് മാറ്റം വരില്ല. കാരണം ഇതൊരു നാച്ചുറൽ റെമഡിയാണ്, 100% നാച്ചുറലാണ്, ഒരു കെമിക്കലും ഇല്ലല്ലോ. അപ്പോൾ നമുക്കൊരു പേടിയും വേണ്ട. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്തൊക്കെയാണ് മാറ്റം എന്നുള്ളത് നമ്മുടെ ചാനലിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ അറിയാമെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യുക. അത് മറ്റുള്ളവർക്ക് സഹായകമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.